Hi, good morning, my dear students. In the last class, we are discussed about the Liability Limited Partnership Act 2008. Limited Liability Partnership Act 2008. We already discussed up to the registration or incorporation of the liability limited liability partnership. Okay. Today we are going to discuss about the extent of liability of partners and LLP firm. In the case of a liability of LLP firm and partners, the following factors are considered. That means every partner is the agent of LLP. ഏതൊരു പാർട്ണറും LLPയുടെ ഏജൻ്റാണ്, അല്ലാതെ ഒരു പാർട്ണർ മറ്റൊരാളുടെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കില്ല. അതോടൊപ്പം തന്നെ ആൻ LLP ഈസ് നോട്ട് ബൗണ്ട് ബൈ എനിത്തിങ് ഡൺ ബൈ ദ പാർട്ണർ ഇൻ ഡീലിംഗ് വിത്ത് എ പേഴ്സൺ ഇഫ് ദ പാർട്ണർ ഹാസ് നോ അതോറിറ്റി ടു ആക്ട് ഫോർ ദ LLP ഓർ ഡസ് നോട്ട് നോ. ഒരു പാർട്ണർ അയാളുടെ അധികാരത്തിന് പുറത്ത് ഒരു കോൺട്രാക്റ്റ് ഏർപ്പെട്ട് എന്തെങ്കിലും ബാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ LLP റെസ്പോൺസിബിൾ ആകില്ല. അങ്ങനെയാകുമ്പോൾ അയാൾ പേഴ്സണലി ലൈബിളായി മാറും. അതുപോലെ തന്നെ അയാൾക്കറിയാത്തൊരു കാര്യം, അയാൾക്ക് അധികാരപ്പെടുത്തിയില്ലാത്തൊരു കാര്യം ചെയ്താലും അയാൾ ഉത്തരവാദിയായി മാറും. അല്ലാത്ത എല്ലാ സാഹചര്യവും മൂന്നാമത്തെ പോയിന്റ് അതാ പറഞ്ഞത്. ദ LLP ഈസ് ലൈബിൾ ഇഫ് എ പാർട്ണർ ഓഫ് ആൻ LLP is liable to any person as a result of wrongful act or omission on his part in the course of business of the LLP with its authority. ഒരാൾ അയാളുടെ അധികാര പരിധിയിൽ നിന്ന് ഒരു കാര്യം LLPക്ക് വേണ്ടി ചെയ്യുന്നു, അത് തെറ്റായാലും ശരിയായാലും അതുവഴി LLPക്ക് എന്ത് ബാധ്യത ഉണ്ടായാലും ആ പാർട്ണറല്ല റെസ്പോൺസിബിൾ, LLP തന്നെയാണ് റെസ്പോൺസിബിൾ. പക്ഷേ അയാളുടെ അധികാരത്തിനുള്ളിൽ നിന്ന് ചെയ്തിരിക്കണം. അയാളുടെ അധികാരത്തിനുള്ളിൽ നിന്നല്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അയാൾ വ്യക്തിപരമായി ലൈബിളായിരിക്കും. അധികാരത്തിന് അയാൾക്ക് പറഞ്ഞിരിക്കുന്ന അധികാരത്തിനുള്ളിൽ അയാൾ ജോലി ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റിയാലും അതൊരു ബാധ്യത ഉണ്ടായാലും LLP ആയിരിക്കും റെസ്പോൺസിബിൾ. അതുപോലെ തന്നെ ആൻ ഒബ്ലിഗേഷൻ ഓഫ് ദ LLP വെദർ അറൈസിങ് ഇൻ കോൺട്രാക്ട് ഓർ അതർവൈസ് ഷാൽ ബി സോൺലി ദ ഒബ്ലിഗേഷൻ ഓഫ് ദ LLP. ഒരു LLPക്ക് ഉണ്ടാകുന്ന ഏതു ബാധ്യതയും ആ LLPയുടെ ബാധ്യത തന്നെ ആയിരിക്കും, പാർട്ണറുടെ ബാധ്യത ആയിരിക്കില്ല. അതുപോലെ തന്നെ ദ ലൈബിലിറ്റി ഓഫ് ദ LLP ഷാൽ ബി മെറ്റ് ഔട്ട് ഓഫ് ദ പ്രോപ്പർട്ടി ഓഫ് ദ LLP. ഒരു LLPയുടെ ബാധ്യത LLPയുടെ അസറ്റിൽ നിന്നാണ് സെറ്റ് ഓഫ് ചെയ്യുന്നത്, അല്ലാതെ പാർട്ണറുടെ പേഴ്സണൽ പ്രോപ്പർട്ടി എന്നല്ല. അതുകൊണ്ടാണ് പറയുന്നത് LLPയിൽ ഒരു പാർട്ണറുടെ ബാധ്യത ലിമിറ്റഡ് ആണ്. അതിന് ഒരേ ഒരു പ്രശ്നമേ വരുന്നുള്ളൂ, അയാളുടെ അധികാരത്തിനുള്ളിൽ നിന്നല്ലാതെ ചെയ്യുന്ന അയാൾ ഇഷ്ടപ്രകാരം ചെയ്യുന്ന, അയാൾക്ക് ഉള്ള അധികാരത്തിന് പുറത്ത് അയാൾ ചെയ്യുന്ന എന്ത് പ്രവർത്തിക്കും അയാൾ തന്നെയായിരിക്കണം ഉത്തരവാദിത്വം. അപ്പോൾ LLP റെസ്പോൺസിബിൾ. അല്ലാത്ത എല്ലാ സാഹചര്യവും LLPയുടെ പ്രോപ്പർട്ടിയും LLP ആയിരിക്കും റെസ്പോൺസിബിൾ. പാർട്ണേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. അതുപോലെ എ പാർട്ണർ ഓഫ് ആൻ LLP ഷാൾ നോട്ട് ബി പേഴ്സണലി ലയബിൾ ഫോർ ദ റോങ്ഫുൾ ഓർ ആക്ട് ഓർ ഒമിഷൻ ബൈ അതർ പാർട്ണർ ഓഫ് ദ LLP. ഒരു LLPയിൽ ഒരാൾ ചെയ്യുന്ന തെറ്റിന് മറ്റൊരാൾ ആരും ബാധ്യസ്ഥരായില്ല. അയാൾ ചെയ്യുന്ന തെറ്റ് അയാളുടെ അധികാരത്തിന് പുറത്ത് ചെയ്യുന്നതാണ്, അയാൾ ഉത്തരവാദിയായിരിക്കും. അല്ലാതെ അയാളുടെ അധികാരത്തിനുള്ളിൽ ചെയ്തു കഴിഞ്ഞാൽ LLP ആയിരിക്കും ഉത്തരവാദിത്തം, മറ്റു പാർട്ണർ ഉത്തരവാദിത്തം ആയിരിക്കത്തില്ല. അതുപോലെ തന്നെ ഇഫ് എനി ആക്ട് ഈസ് ഡൺ ഓർ ക്യാരിഡ് ഔട്ട് ബൈ ദ LLP ഓർ എനി ഓഫ് ഇറ്റ്സ് പാർട്ണർ വിത്ത് ദ ഇൻറ്റൻറ്റ് ടു ഡിഫ്രോഡ് ദ ക്രെഡിറ്റേഴ്സ് ഓഫ് ദ LLP, ദ ലയബിലിറ്റി ഓഫ് ദ പാർട്ണേഴ്സ് ആൻഡ് ദ LLP ബിക്കംസ് അൺലിമിറ്റഡ് ഫോർ ഓൾ ഓർ എനി ഓഫ് ദ ഡെറ്റ് ഓർ അതർ ലയബിലിറ്റീസ് ഓഫ് ദ LLP. അതുകൊണ്ട് ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു പാർട്ണറോ അല്ലെങ്കിൽ ഒരു LLPയോ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നു, എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നു, അതായത് ക്രെഡിറ്റേഴ്സിനെ മറ്റൊരാളെ പറ്റിക്കണമെന്നൊരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ LLPയും ബാധ്യസ്ഥരായിരിക്കും, ആ പാർട്ണേഴ്സും ബാധ്യസ്ഥരായിരിക്കും എന്നാണ്. അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് വെച്ചാൽ 2 years പ്രിസൺ ആകാം, 25,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ പിഴയാവും. അതെന്തിനു വേണ്ടിയാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ടാകുന്ന ഒരു സാഹചര്യമേ ഉള്ളൂ, അത് ഒരു ഇൻറ്റൻഷനോട് കൂടി ചെയ്യുന്ന പ്രവൃത്തി. ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റേഴ്സിനെയോ ബാങ്കിനെയോ മറ്റുള്ളവരെയോ ഡീഫ്രോഡ് ചെയ്യണമെന്നുള്ള പർപ്പസ് കൂടി ചെയ്യുന്ന പ്രവൃത്തിക്ക് LLPയും പാർട്ണേഴ്സും ബാധ്യതരായി. അല്ലാത്ത എല്ലാ സാഹചര്യങ്ങളിലും LLP ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉള്ളതാണ്, പാർട്ണേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, ദീസ് ആർ ദ ലയബിലിറ്റി കണ്ടീഷൻ. നെക്സ്റ്റ് വൺ, ഇനി നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഒരു LLPയും പാർട്ണർഷിപ്പ്. നമ്മൾ ഇത്രയും നേരം പഠിച്ചല്ലോ, LLP പാർട്ണർഷിപ്പ് ഒന്നാണോ? കുറേ ഗുണങ്ങൾ പാർട്ണർഷിപ്പിൻ്റെ ഉണ്ട് എങ്കിലും LLP പാർട്ണർഷിപ്പ് തമ്മിൽ പ്രകടമായ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന വ്യത്യാസങ്ങളാണ്, ഞാനത് വായിക്കാം. ഒന്നാമത്തത് ഫോർമേഷൻ. LLP ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? 2008 LLP ആക്ട് പ്രകാരമാണ്.
എന്നാൽ പാർട്ണർഷിപ്പ് ഫോം ചെയ്യുന്നത് 1932 പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരമാണ്. രജിസ്ട്രേഷൻ, LLPക്ക് രജിസ്ട്രേഷൻ കമ്പൽസറിയാണ്. അതെങ്ങനെയാണ്? രജിസ്ട്രാർ ഓഫ് കമ്പനിയിൽ രജിസ്റ്റർ ചെയ്യണം. എന്നാൽ പാർട്ണർഷിപ്പിന് രജിസ്ട്രേഷൻ കമ്പൽസറി അല്ല. ഇത് എന്താണ്? നോട്ട് കമ്പൽസറി. എന്താണ്? രജിസ്റ്റർ ചെയ്യാം, ചെയ്യാതിരിക്കാം. ഇറ്റ് ഈസ് ദ വില്ലിങ്നെസ് ഓഫ് ദ പാർട്ണേഴ്സ്. LLPക്ക് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണെന്ന് പഠിച്ചു. പാർട്ണറും LLP രണ്ടും രണ്ടാണ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. ലിമിറ്റഡ് ലൈബിലിറ്റിയുമാണ്. പക്ഷേ അടുത്ത നോ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. പെർപെച്വൽ സക്സഷൻ എന്താ പറയുന്നത്? LLPക്ക് ഒരു കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ഉണ്ട്. പാർട്ണർഷിപ്പിനകത്ത് ഒരു പാർട്ണർ റിട്ടയർ ചെയ്യുകയോ മരിക്കുകയോ പാപ്പരാകുകയോ ഒന്നോ അതിലധികമോ പാർട്ണേഴ്സ് മരിക്കുകയോ പാപ്പരാകുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പാർട്ണർഷിപ്പ് എക്സിസ്റ്റ് ചെയ്യില്ല, പാർട്ണർഷിപ്പ് അവസാനിക്കും. പക്ഷേ LLPക്ക് കണ്ടിന്യൂസ് ഓർ പെർപെച്വൽ സക്സഷൻ ഉണ്ട്. ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, LLPയിൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ പറയുന്നില്ല, അത്രയൊന്നും നിർബന്ധമായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ അത് ക്യാഷാകാം, ക്യാഷ് ഇല്ലാതെയാകാം, മറ്റ് അസറ്റുകളാകാം. പക്ഷേ അവിടെ ക്യാഷാണ് പാർട്ണർഷിപ്പിൽ മെയിനായിട്ട് കൊണ്ടുവരുന്നത്. നമ്പർ ഓഫ് പാർട്ണേഴ്സ്, LLPക്ക് മിനിമം 2 ആണ്, മാക്സിമം ലിമിറ്റ് ഇല്ല. മറ്റിടത്തോ പാർട്ണർഷിപ്പിൽ 2 പേരാണ് മിനിമം, മാക്സിമം 20 ആണ്. ഓക്കെ, 10 ഇൻ ദ കേസ് ഓഫ് ബാങ്കിങ് ബിസിനസ്, 20 ഇൻ ദ കേസ് ഓഫ് അതർ ബിസിനസ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈബിലിറ്റി, പേര്. പാർട്ണർഷിപ്പിനകത്ത് LLPയിലെല്ലാം ഇപ്പോഴും ആ പേരിൻ്റെ അവസാനം LLP എന്ന് നിർബന്ധമായി എഴുതണം. ലൈബിലിറ്റി ലിമിറ്റഡ് പാർട്ണർഷിപ്പ്, ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ് എന്നുള്ള വേർഡ് LLP ഉപയോഗിക്കണം. ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ്. മറ്റിടത്ത് നോ റൂൾസ് ഇൻ ദ റൈറ്റിംഗ് ഓഫ് നെയിം. പേര് പ്രത്യേകിച്ച് ലൈബിലിറ്റി. LLPയിലെ പാർട്ണേഴ്സിന് ലൈബിലിറ്റി ലിമിറ്റഡ് ആണ്. പക്ഷേ പിന്നെ പാർട്ണർഷിപ്പിലെ പാർട്ണേഴ്സ് ലൈബിലിറ്റി അൺലിമിറ്റഡ് ആണ്. ലൈബിലിറ്റി ലിമിറ്റഡും അൺലിമിറ്റഡും. ഇനി ഫോറിൻ നേഷൻസ് ആസ് പാർട്ണേഴ്സ്. LLPയിൽ ആർക്ക് വേണമെങ്കിലും പാർട്ണറാകാം. അത് ഇൻഡിവിജ്വൽ ആകാം, ബോഡി കോർപ്പറേറ്റ് ആകാം, കമ്പനി ആകാം, ഇന്ത്യൻ കമ്പനി ആകാം, വിദേശത്തുള്ള കമ്പനിയാകാം, ഫോറിൻ നാഷണൽസും ആകാം. പക്ഷേ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് മാത്രമേ പാർട്ണർഷിപ്പ് ഫേമിൽ ആകാൻ പറ്റത്തുള്ളൂ. ഫോറിൻ നാഷണൽസ് കനോട്ട് ബി അഡ്മിറ്റഡ് ടു ദ പാർട്ണർഷിപ്പ്. ആനുവൽ റിട്ടേൺ, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്ന LLPക്ക് വളരെ നിർബന്ധമാണ്, പാർട്ണർഷിപ്പിന് നിർബന്ധമാണ്. പക്ഷേ അത് ഫയൽ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ LLPയിൽ ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പിൽ ആനുവൽ റിട്ടേൺ രജിസ്ട്രാർ ഓഫ് കമ്പനിക്ക് ഫയൽ ചെയ്യണം. മറ്റിടത്ത് ഫയലിംഗ് ഓഫ് റിട്ടേൺ ഈസ് നോട്ട് നെസസറി. LLPയിൽ മീറ്റിംഗ് ആവശ്യമാണ്. LLPയിൽ മീറ്റിംഗ് ആവശ്യമാണ്, നിർബന്ധമാണ്. മറ്റിടത്ത് മീറ്റിംഗ് ആവശ്യമില്ല. ഓക്കെ, ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ LLP ആൻഡ് പാർട്ണർഷിപ്പ്. ക്ലിയർ? നെക്സ്റ്റ് വൺ, ഇപ്പോൾ കമ്പനിയുടെ ഫീച്ചേഴ്സ് ഉള്ള പ്രത്യേകം കമ്പനിയും LLP തമ്മിലുള്ള ചില വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം. കമ്പനി ഫോം ചെയ്യുന്നത് കമ്പനീസ് ആക്ട് 2013 LLP ഫോം ചെയ്യുന്നത് 2008 2013 കമ്പനീസ് ആക്ടോ 1956 കമ്പനീസ് ആക്ടോ പ്രകാരമാണ് കമ്പനി ഫോം ചെയ്യുന്നത്. LLP ഫോം ചെയ്യുന്നത് 2008 LLP ആക്ട് പ്രകാരമാണ്. രണ്ടിടത്തും രജിസ്റ്റർ കമ്പൾസറിയാണ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനും സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്സും ഉണ്ടായിരിക്കണം. മറ്റിടത്തും രജിസ്ട്രേഷൻ കമ്പൾസറി തന്നെയാണ്. ലീഗൽ എൻറ്റിറ്റി രണ്ടിടത്തും സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. രണ്ടിലും പെർപെച്വൽ സക്സഷനുമാണ്. ക്യാപിറ്റൽ എന്നുള്ളത് മിനിമം ആൻഡ് മാക്സിമം പെയ്ഡപ്പ് ക്യാപിറ്റൽ കമ്പനിയിൽ പറഞ്ഞിരിക്കും. കമ്പനീസ് ആക്ട് പ്രകാരം മിനിമം പെയ്ഡപ്പ് ക്യാപിറ്റലും മാക്സിമം പെയ്ഡപ്പ് ക്യാപിറ്റലും കമ്പനിയിൽ പറഞ്ഞിരിക്കും. ഇവിടെ ക്യാപിറ്റലിന് നോട്ട് സ്പെസിഫൈഡ് എന്നാണ് പറയുന്നത്. അതായത് ക്യാപിറ്റലിന് മിനിമമോ മാക്സിമമോ ഇല്ല. മിനിമം നമ്പർ ഓഫ് പാർട്ണേഴ്സ് പ്രൈവറ്റ് കമ്പനിയിൽ 2, പബ്ലിക് കമ്പനിയിൽ 7. മറ്റിടത്ത് LLPയിൽ മിനിമം 2. മാക്സിമം നമ്പർ പ്രൈവറ്റ് കമ്പനിയിൽ 200 ആണ്. പബ്ലിക് കമ്പനിയിൽ മാക്സിമം ലിമിറ്റ് ഇല്ല. പക്ഷേ LLPയിൽ മാക്സിമം ലിമിറ്റ് പറയുന്നില്ല. പബ്ലിക് കമ്പനിയുടെ പേര് LTD ലിമിറ്റഡ് എന്നും അവസാനിക്കും. പ്രൈവറ്റ് ലിമിറ്റഡ് PVT ലിമിറ്റഡ് എന്നും അവസാനിക്കും. എന്നാൽ LLPയിൽ LLP എന്ന് പറഞ്ഞാണ് പേര് അവസാനിക്കുന്നത്. രണ്ടിടത്തും ബാധ്യത ലിമിറ്റഡാണ്. കമ്പനിയിലാണെങ്കിലോ ഷെയർ എടുത്തിരിക്കുന്ന ഷെയറിൻ്റെ ഫേസ് വാല്യൂവിൻ്റെ അത്രയും ബാധ്യതയുണ്ട്. LLPയിലാണെങ്കിലും അവർ പറഞ്ഞിരിക്കുന്ന കോൺട്രിബ്യൂഷൻ എത്രയാണോ അതിൻ്റെ അത്രയും ബാധ്യതയുണ്ട്. മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്, കമ്പനിയിൽ പ്രൈവറ്റ് കമ്പനിയിൽ 2 ഡയറക്ടേഴ്സും പബ്ലിക് കമ്പനിയിൽ 3 ഡയറക്ടേഴ്സും ആകാം. ഇവിടെ മിനിമം 2 ഡയറക്ടേഴ്സ് വേണമെന്നാണ് പറയുന്നത്. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ കമ്പനിക്ക് വളരെ പ്രധാനമായിട്ടാണ്. LLPയിൽ അങ്ങനെ ഒരു മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനോ അങ്ങനെയൊന്നും വേണ്ട. അതായത് മെമ്മോറണ്ടവും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും കമ്പൽസറിയാണ് കമ്പനിക്ക്.
LLPയിൽ ആ ഡോക്യുമെൻറ്റ്സ് വേണ്ട. ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഇൻട്രസ്റ്റ്, ഷെയർസ് കമ്പനിയുടെ ഈസിയായി ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ LLPയിൽ LLP എഗ്രിമെൻ്റ് അനുസരിച്ച് ഒരാൾക്ക് കൈമാറാൻ പറ്റത്തുള്ളൂ. ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ കമ്പനി ആൻഡ് LLP. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് പുസ്തകം വായിച്ച് മനസ്സിലാക്കാം. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് LLP. അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജും നോക്കാം. എന്താ അഡ്വാൻറ്റേജസ്? ഈസി ഫോർമേഷൻ. LLP എളുപ്പം രൂപീകരിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ലീഗൽ ഫോർമാലിറ്റീസ് ഇല്ല. കമ്പനിയുടെ അത്ര ലീഗൽ ഫോർമ എളുപ്പമാണ്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. പാർട്ണർഷിപ്പ് പോലെയല്ല. രണ്ടും LLPയും അതിൻ്റെ പാർട്ണറും സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ആണുള്ളത്. ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. മൂന്നാമത്തത് പെർപെച്വൽ സക്സഷൻ, കുറേ നാട് നിലനിൽക്കാൻ പറ്റും. കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ഉള്ളത്. കമ്പൈൻഡ് ബെനിഫിറ്റ് ഓഫ് പാർട്ണർഷിപ്പ് ആണ്. ഒരു LLPക്ക് എപ്പോഴും ഒരു പാർട്ണർഷിപ്പിൻ്റെയും കമ്പനിയുടെയും ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. ഫ്ലെക്സിബിളാണ്. LLP ആക്ട് പറയുന്നുണ്ട് മാനേജിങ് ഓഫ് ബിസിനസ് ഓഫ് LLPs ഫ്ലെക്സിബിളാണ്. പാർട്ണർഷിപ്പിനെക്കാട്ടി കുറച്ചുകൂടി എളുപ്പത്തിൽ മാനേജ് ചെയ്ത് പോകാം. ഈസി ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഓണർഷിപ്പ്. LLPയിൽ പറയുന്നുണ്ട് LLP എഗ്രിമെൻറ്റ് പ്രകാരം ഒരു പാർട്ണറിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറുന്നത് വളരെ എളുപ്പത്തിലാണ്. ടാക്സേഷൻ കുറവാണ്. കമ്പനിക്ക് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സും അതോടൊപ്പം തന്നെ കമ്പനിയുടെ ടാക്സും വളരെ കൂടുതലായതുകൊണ്ട് പക്ഷേ LLPക്ക് ടാക്സേഷൻ വളരെ കുറവാണ്. ദീസ് ആർ ദ വേരിയസ് മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് LLP. അതേപോലെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഒന്ന് പബ്ലിക് ഡിസ്ക്ലോഷർ. പാർട്ണർഷിപ്പിനകത്ത് അക്കൗണ്ട് ആരെയും കാണിക്കുകയോ ഓഡിറ്റ് ചെയ്യണം നിർബന്ധമല്ല. പക്ഷേ LLPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അക്കൗണ്ട് രജിസ്റ്റർ ഓഫ് കമ്പനിക്ക് ഫയൽ ചെയ്യണം. അതുകൊണ്ട് പബ്ലിക് ഡിസ്ക്ലോഷർ, അക്കൗണ്ട് പൊതുജനങ്ങൾ കാണാനുള്ള ഇടയുണ്ടാവും. ലെസ് ക്രെഡിബിലിറ്റി. LLP ആക്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അതൊരു നല്ലൊരു ബിസിനസ് സ്ഥാപനമായിട്ട് LLP നല്ലൊരു ബിസിനസ് സ്ഥാപനമായിട്ടൊരു അംഗീകാരം ആൾക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല. ആൾക്കാർ ഇപ്പോഴും അത് ആ ഒരു തരത്തിലുള്ള ബിസിനസ് സ്ഥാപനം റൺ ചെയ്യുന്നത് കുറവാണ്. അതുപോലെ LLP ഉണ്ടാക്കുന്ന ലാഭം ഒരിക്കലും റീറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യിക്കണം. അതിൻ്റെ പാർട്ണേഴ്സിന് ലാഭം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. നോ റീറ്റെയിനിങ് ഓഫ് പ്രോഫിറ്റ്. അൺലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് ദ, എപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് സാധാരണ LLPയിൽ പാർട്ണേഴ്സിന് ലയബിലിറ്റി ലിമിറ്റഡ് ആണെങ്കിലും ചില സാഹചര്യങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ചീറ്റിങ്ങോ അവരുടെ അധികാരത്തിന് പുറത്തൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ മെമ്പേഴ്സിൻ്റെ ബാധ്യത അൺലിമിറ്റഡ് ആയിരിക്കും. ഇൻ സർട്ടൺ കേസസ് ദ ലയബിലിറ്റി ഓഫ് ദ പാർട്ണേഴ്സ് ആർ അൺലിമിറ്റഡ്. ജോയിൻറ്റ് ലയബിലിറ്റി, അതാണ് പ്രധാനം. ഒരു പാർട്ണർ ചെയ്യുന്നത് ആ LLP മുഴുവൻ സഹിക്കേണ്ടി വരും. പാർട്ണേഴ്സ് പേഴ്സണലി ലയബിൾ അല്ലാത്തത് കൊണ്ട് ജോയിൻറ്റ് ലയബിലിറ്റി. ഇൻ ദ കേസ് ഓഫ് LLP എനി ആക്ട് ഓഫ് ദ പാർട്ണർ വിത്തൗട്ട് ദ അതർ മേ ബൈൻഡ് ദ LLP. ഒരാളുണ്ടാക്കുന്ന കുഴപ്പം മറ്റെല്ലാവരും സഹിക്കേണ്ട അവസ്ഥ LLP ഫേസ് ചെയ്തതായിട്ട് വരും. ദീസ് ആർ ദ വേരിയസ് demerits or disadvantages of LLP. ക്ലിയർ? ഇത്രയേ നമുക്ക് പഠിക്കാനുള്ളൂ. താങ്ക് യു ഫോർ യുവർ പേഷ്യൻ്റ് ലിസണിങ്. താങ്ക് യു. അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ട് നമ്മുടെ ഈ സെമ്മിലെ പോർഷൻസ് തീർക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം. താങ്ക് യു ഫോർ യുവർ പേഷ്യൻ്റ് ലിസണിങ്. നമ്മളിനി അടുത്ത ക്ലാസ് തൊട്ട് കോർപ്പറേഷൻ റെഗുലേഷൻ തുടങ്ങും. എല്ലാവരും പുതിയ പുസ്തകം വാങ്ങണം. പഴയ പുസ്തകത്തിലുള്ള നോട്ട്സ് എഴുതിയിരിക്കണം. ഞാൻ അസൈൻമെൻറ്റ് ഇടും. അത് ടൈം ടേബിൾ നോക്കിയിടണമെന്നില്ല, നെറ്റ് കിട്ടുന്നതനുസരിച്ചിട്ട് നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം, വീഡിയോ കാണണം. എന്തെങ്കിലും സംശയം ചോദിക്കണം. 3rd സെമ്മിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുക. ഓക്കെ, താങ്ക് യു ഫോർ യുവർ പേഷ്യൻ്റ് ലിസണിങ്. പുതിയ പുസ്തകം 4th സെമ്മിൻ്റെ കോർപ്പറേറ്റ് റെഗുലേഷൻ എല്ലാവരും വാങ്ങണം. അതെന്നെ അറിയിക്കുകയും വേണം. ഓക്കെ.